വിന്നേഴ്സ് എഡ്യൂസോണിൻ്റെ എല്ലാ വീഡിയോസും ഇപ്പോൾ PDF ആയി അവൈലബിൾ ആണ്. PDF ആവശ്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക. ഹായ് എവ്രി വൺ, വെൽക്കം ടു വിന്നേഴ്സ് എഡ്യൂസോൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂലൈ 15 PSC ബുള്ളറ്റിനാണ്. 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യക്ക്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 7 റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ചാമ്പ്യന്മാരായത്. ഇന്ത്യയുടെ രണ്ടാം 2020 കിരീടമാണിത്. 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യക്ക്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 7 റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ചാമ്പ്യന്മാരായത്. ഇന്ത്യയുടെ രണ്ടാം 2020 കിരീടമാണിത്. ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ പരിശീലകൻ. രാഹുൽ ദ്രാവിഡിൻ്റെ പിൻഗാമിയായാണ് അദ്ദേഹം ചുമതല ഏറ്റെടുക്കുന്നത്. ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ പരിശീലകൻ. രാഹുൽ ദ്രാവിഡിൻ്റെ പിൻഗാമിയായാണ് അദ്ദേഹം ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ താരങ്ങളായ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, രവീന്ദ്ര ജഡേജ എന്നിവർ അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. ഇന്ത്യൻ താരങ്ങളായ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, രവീന്ദ്ര ജഡേജ എന്നിവർ അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്കുള്ള ആദ്യ ചരക്കു കപ്പൽ സാൻ ഫെർണാണ്ടോ എത്തി. ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് കപ്പൽ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്കുള്ള ആദ്യ ചരക്കു കപ്പൽ സാൻ ഫെർണാണ്ടോ എത്തി. ലോകത്തിലെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് കപ്പൽ. ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി കരസേനയുടെ പുതിയ മേധാവിയായി ചുമതലയേറ്റു. ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി കരസേനയുടെ പുതിയ മേധാവിയായി ചുമതലയേറ്റു. ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖിനെ കേരള ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി നിയമിച്ചു. ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖിനെ കേരള ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി നിയമിച്ചു. ഹേമന്ത് സോറൻ വീണ്ടും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. മസൂദ് പെസഷ്കിയാൻ ഇറാൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ കേസ് ഗ്വാളിയാറിൽ മധ്യപ്രദേശ് രജിസ്റ്റർ ചെയ്തു. ഇത് സംബന്ധിച്ച കേരളത്തിലെ ആദ്യത്തെ കേസ് കൊണ്ടോട്ടിയിൽ മലപ്പുറം ജില്ലയിൽ രജിസ്റ്റർ ചെയ്തു. ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ കേസ് മധ്യപ്രദേശിലെ ഗ്വാളിയാറിൽ രജിസ്റ്റർ ചെയ്തു. ഇത് സംബന്ധിച്ച കേരളത്തിലെ ആദ്യത്തെ കേസ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ രജിസ്റ്റർ ചെയ്തു. ഇന്ത്യൻ നാവികസേന സെബക്സ് 2 എന്ന പേരിൽ പുതിയതും ഏറ്റവും ശക്തവുമായ നോൺ ന്യൂക്ലിയർ ബോംബ് വികസിപ്പിച്ചു. ഇന്ത്യൻ നാവികസേന സെബക്സ് 2 എന്ന പേരിൽ പുതിയതും ഏറ്റവും ശക്തവുമായ നോൺ ന്യൂക്ലിയർ ബോംബ് വികസിപ്പിച്ചു. സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയച്ച ആദിത്യ L1 പേടകം L പോയിന്റിനു ചുറ്റുമുള്ള ആദ്യ ഭ്രമണപഥം പൂർത്തിയാക്കി. സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയച്ച ആദിത്യ L1 പേടകം L പോയിന്റിന് ചുറ്റിലുമുള്ള ആദ്യ ഭ്രമണപഥം പൂർത്തിയാക്കി. പെറുവിലെ ലംബേക്ക് പ്രദേശത്ത് 4000 വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ പുരാവസ്തു ഗവേഷകർ കണ്ടെടുത്തു. പെറുവിലെ ലംബേക്ക് പ്രദേശത്ത് 4000 വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ പുരാവസ്തു ഗവേഷകർ കണ്ടെടുത്തു.
ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ സേവനങ്ങളും ഇടപാടുകളും ഓൺലൈനിലൂടെ വേഗത്തിലും സുതാര്യവുമാക്കാനായി സുരക്ഷാ സോഫ്റ്റ്വെയർ സജ്ജമാക്കി. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ സേവനങ്ങളും ഇടപാടുകളും ഓൺലൈനിലൂടെ വേഗത്തിലും സുതാര്യവുമാക്കാനായി സുരക്ഷാ സോഫ്റ്റ്വെയർ സജ്ജമാക്കി. ഭിന്നശേഷിക്കാരുടെ വിവരശേഖരണത്തിന് തന്മുദ്ര എന്ന പേരിൽ പ്രചാരണവുമായി സാമൂഹികനീതി വകുപ്പ്. ഭിന്നശേഷിക്കാരുടെ വിവരശേഖരണത്തിന് തന്മുദ്ര എന്ന പേരിൽ പ്രചരണവുമായി സാമൂഹികനീതി വകുപ്പ്. ട്രെയിൻ യാത്രക്കാരുടെ പരാതികൾ കൈകാര്യം ചെയ്യാനും തുടർ നടപടികൾക്കുമായി റെയിൽവേ വാർ റൂം ഒരുക്കുന്നു. ട്രെയിൻ യാത്രക്കാരുടെ പരാതികൾ കൈകാര്യം ചെയ്യാനും തുടർ നടപടികൾക്കുമായി റെയിൽവേ വാർ റൂം ഒരുക്കുന്നു. വാർ റൂം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെയിന്റ് ആൻഡ്രൂ ദ അപ്പോസ്തൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമ്മാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെയിന്റ് ആൻഡ്രൂ ദ അപ്പോസ്തൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമ്മാനിച്ചു. ജസ്റ്റിസ് നിതിൻ ജംദാറിനെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാക്കാൻ കൊളീജിയം ശുപാർശ ചെയ്തു. ജസ്റ്റിസ് നിതിൻ ജംദാറിനെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആക്കാൻ കൊളീജിയം ശുപാർശ ചെയ്തു. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാക്കാൻ തീരുമാനിച്ചു. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാക്കാൻ തീരുമാനിച്ചു. NC മമ്മൂട്ടി പുരസ്കാരം കുരീപ്പുഴ ശ്രീകുമാറിനെ. NC മമ്മൂട്ടി പുരസ്കാരം കുരീപ്പുഴ ശ്രീകുമാറിനെ. ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം നടൻ മോഹൻലാലിനെ. ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം നടൻ മോഹൻലാലിനെ. ഈ വർഷത്തെ ഭരത് ഗോപി പുരസ്കാരം നടൻ സലീം കുമാറിനെ. ഈ വർഷത്തെ ഭരത് ഗോപി പുരസ്കാരം നടൻ സലീം കുമാറിനെ. കെയർ സ്റ്റാമറാണ് പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. കെയർ സ്റ്റാമറാണ് പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. സോജൻ ജോസഫ് ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ മലയാളി. സോജൻ ജോസഫ് ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ മലയാളി. റേച്ചൽ റീവ്സ് ബ്രിട്ടീഷ് ധനവകുപ്പിൻ്റെ 800 വർഷത്തെ ചരിത്രത്തിലാദ്യമായി വനിതാ ധനമന്ത്രിയായി. റേച്ചൽ റീവ്സ് ബ്രിട്ടീഷ് ധനവകുപ്പിൻ്റെ 800 വർഷത്തെ ചരിത്രത്തിലാദ്യമായി വനിതാ ധനമന്ത്രിയായി. കെനിയയിലെ പ്രമുഖ നോവലിസ്റ്റും നാടകകൃത്തുമായ ഇസ്മായിൽ കാദര അന്തരിച്ചു. ഓസ്കാർ ജേതാവായ തിരക്കഥാകൃത്ത് റോബർട്ട് ടൗൺ അന്തരിച്ചു. ഓസ്കാർ ജേതാവായ തിരക്കഥാകൃത്ത് റോബർട്ട് ടൗൺ അന്തരിച്ചു. ദക്ഷിണ കൊറിയയിൽ ആദ്യമായി ഒരു റോബോട്ട് ജോലിഭാരത്താൽ കുഴഞ്ഞു വീണ് മരിച്ചു. ദക്ഷിണ കൊറിയയിൽ ആദ്യമായി ഒരു റോബോട്ട് ജോലിഭാരത്താൽ കുഴഞ്ഞു വീണ് മരിച്ചു. മലയാളത്തിൽ കവിതകൾ എഴുതിയ ആസാമീസ് കവി ബിപുൽ റേഗൺ അന്തരിച്ചു. മലയാളത്തിൽ കവിതകൾ എഴുതിയ ആസാമീസ് കവി ബിപുൽ റേഗൺ അന്തരിച്ചു. ഓസ്കാർ ജേതാവും ടൈറ്റാനിക്, അവതാർ തുടങ്ങിയ സിനിമകളുടെ നിർമ്മാതാവുമായ ജോൺ ലാൻഡോ അന്തരിച്ചു. ഓസ്കാർ ജേതാവും ടൈറ്റാനിക്, അവതാർ തുടങ്ങിയ സിനിമകളുടെ നിർമ്മാതാവുമായ ജോൺ ലാൻഡോ അന്തരിച്ചു. ഹായ് ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. PDF ആണ് വേണ്ടതെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം. 9497231781.